നമസ്കാരം. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽ പിറന്ന ഒരു സ്ത്രീ ഉണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയാകാം, ഭാര്യയാകാം, മകളാകാം. ഒന്ന് അവരുടെ ജന്മനക്ഷത്രം പരിശോധിച്ച് നോക്കൂ. കാരണം പരമ്പരാഗത ജ്യോതിഷ വിശ്വാസങ്ങൾ പ്രകാരം ചില നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടം വന്നുചേരാൻ പോകുന്ന സമയമാണ്. ഇതൊരു അഭിവൃദ്ധിയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ സ്ത്രീ നക്ഷത്ര ജാതകർ എത്തുന്ന സമയമാണ്. നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ, കുടുംബത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ മാറി ഈ സ്ത്രീ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോകുന്നു. ഇവരുടെ പ്രതീക്ഷയ്ക്കൊത്തൊരു മാറ്റം വന്നു ചേരുമോ? ഇന്ന് പറയുന്ന നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ വീട്ടിലെ ഒരാളുടെ നക്ഷത്രം ഇതിലുണ്ട് എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കേൾക്കണം. കാരണം അവസാനത്തോടടുക്കുമ്പോൾ പറയുന്ന ഒരു നക്ഷത്രത്തെക്കുറിച്ചുള്ള ഭാഗം പലർക്കും പ്രത്യേകമായി തോന്നാം. ഇനി നമുക്ക് ആ നക്ഷത്ര ജാതകരിലേക്ക് കടക്കാം. ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങളെക്കുറിച്ച് അറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നമ്മുടെ വീടുകളിൽ ചിലർ വെറും കുടുംബാംഗങ്ങൾ മാത്രമല്ല, ആ വീടിൻ്റെ സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു ഭാഗം തന്നെയായിരിക്കും അവർ. പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിൽ എത്ര വലിയ സ്വാധീനം ചെലുത്തുന്നു എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അമ്മയായാലും ഭാര്യയായാലും മകളായാലും സ്വന്തം വിഷമങ്ങൾ പലപ്പോഴും ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് പല സ്ത്രീകളും. ജ്യോതിഷ പരമ്പരയിൽ ഓരോ ജന്മനക്ഷത്രത്തിനും അതിൻ്റേതായ സ്വഭാവ സൂചനകളും ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്ന ചില വ്യാഖ്യാനങ്ങളുണ്ട്. അത് ശാസ്ത്രീയമായി ഉറപ്പിക്കപ്പെട്ട പ്രവചനമൊന്നല്ല. നമ്മുടെ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസ രീതിയായാണ് കാണേണ്ടത്. എന്നാൽ ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തിലാണ്. ചില നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് ജീവിതത്തിലെ കഠിനമായ ഒരു ഘട്ടത്തിന് ശേഷം പ്രതീക്ഷയും മുന്നേറ്റവും ലഭിക്കുന്ന കാലത്തെക്കുറിച്ച് ജ്യോതിഷപരമായി പറയപ്പെടുന്ന സൂചനകളാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകരായ സ്ത്രീ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യാനുഭവങ്ങൾക്കുമേൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആരെയെങ്കിലും ഓർമ്മ വന്നാൽ അവരെ ഒന്ന് സ്നേഹത്തോടെ നോക്കണം. കാരണം പലപ്പോഴും ഒരു മനുഷ്യന് ആവശ്യമുള്ളത് വലിയൊരു സമ്മാനമല്ല, എല്ലാം ശരിയാകും, ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമായിരിക്കും. ഇനി നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ട നക്ഷത്രത്തിലേക്ക് കടക്കാം. ആ പട്ടികയിലെ ആദ്യത്തെ സ്ത്രീ നക്ഷത്രം എന്ന് പറയുന്നത് ചതയൻ നക്ഷത്രമാണ്. ചതയൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് പരമ്പരാഗത ജ്യോതിഷ വ്യാഖ്യാനങ്ങളിൽ പറയുന്നത് പുറമേ ശാന്തമായി തോന്നിയാലും ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന സ്വഭാവത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ വന്ന ചില അനുഭവങ്ങൾ അവരെ കൂടുതൽ പക്വരാക്കിയിട്ടുണ്ട്. എല്ലാവരോടും സ്വന്തം വിഷമങ്ങൾ തുറന്നു പറയണമെന്നില്ല. ചിലപ്പോൾ ഒരു പ്രാർത്ഥനയോടെ മാത്രം അവർ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും കുറച്ച് കൂടുതൽ വില കൊടുക്കുക. പരമ്പരാഗത വിശ്വാസമനുസരിച്ച് വരാനിരിക്കുന്ന കാലഘട്ടം ഇവർക്ക് ആത്മവിശ്വാസത്തോടെയും പുതിയ പ്രതീക്ഷകളോടെയും മുന്നോട്ട് പോകാനുള്ള സമയമായി കണക്കാക്കപ്പെടുന്നു. ചതയൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ വർഷം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും വന്നു ചേരുന്ന സമയമാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം. പുതിയ തീരുമാനങ്ങൾ ഫലവത്താവുന്ന സമയം, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം.
ഒരു പുതിയ തീരുമാനമായിരിക്കാം, കുടുംബത്തിൽ സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിരിക്കാം, ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു അവസരമായിരിക്കാം ഈ നക്ഷത്രജാതകരെ കാത്തിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കാം, നല്ലൊരു കാലം വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ആ നല്ല കാലത്തിനായി നമ്മളും നമ്മുടെ ഭാഗത്ത് നിന്ന് ശ്രമിക്കണം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചതയൻ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ ചതയൻ നക്ഷത്രക്കാരായ ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അവളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ചതയൻ നക്ഷത്ര ജാതകർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ സാധിക്കാം. ഒരുപക്ഷെ ഒരു ലോട്ടറി ഭാഗ്യം വന്നു ചേരാം, അല്ലെങ്കിൽ വിദേശത്ത് പോയി അവിടെ രക്ഷപ്പെടാൻ സാധിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് നിൽക്കുന്നവർക്ക് വലിയ ഗുണാനുഭവങ്ങൾ ലഭിച്ചേക്കാം. അങ്ങനെ ഒരുപാട് നേട്ടവും ഒരുപാട് ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ച് പരമ്പരാഗത ജ്യോതിഷത്തിൽ പറയുമ്പോൾ മനസ്സിനുള്ളിൽ ഒരുപാട് ചിന്തകൾ സൂക്ഷിക്കുന്ന സ്വഭാവമാണ് പലപ്പോഴും എടുത്തു പറയുന്നത്. പുറത്തു നോക്കുമ്പോൾ എല്ലാം സാധാരണ പോലെ തോന്നാം, പക്ഷേ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും കുടുംബത്തിൻ്റെ കാര്യത്തിലുള്ള ആശങ്കകളും ഇവരുടെ മനസ്സിൽ വലിയ സ്ഥാനം പിടിച്ചിരിക്കാം. എപ്പോൾ കാര്യങ്ങൾ ഒന്ന് ശരിയാകും എന്നൊരു ചോദ്യം ചില സമയങ്ങളിൽ മനസ്സിൽ ഉയർന്നിട്ടുണ്ടാവാം പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക്. ഇനി രക്ഷപ്പെടുമോ, ഇതുതന്നെയാണോ അവസ്ഥ എന്ന് ചിന്തിക്കുന്നവരാണ് പൂരുരുട്ടാതി നക്ഷത്ര ജാതകർ. എന്നാൽ ആത്മീയമായ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ജീവിതത്തിലെ കാത്തിരിപ്പുകൾ എല്ലാം വെറുതെയാകണമെന്നില്ല. ചില വാതിലുകൾ അടയുന്നത് മറ്റൊരു വാതിൽ തുറക്കാനുള്ള സമയത്തിനായിരിക്കാം. ഇവരെ സംബന്ധിച്ച് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരായ സ്ത്രീ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. അതിനാൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് മുന്നിലുള്ള കാലത്തെ പഴയ നിരാശകളിൽ നിന്ന് പുറത്തേക്ക് നോക്കാനുള്ള ഒരു ഘട്ടമായി കാണാം. രക്ഷപ്പെടും. കുടുംബത്തിലൊരു സന്തോഷ വാർത്ത, സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയൊരു ആശ്വാസം, ഏറെക്കാലമായി മാറ്റിവെച്ചിരുന്ന ഒരു തീരുമാനം മുന്നോട്ട് പോകുന്നത്, ഇതൊക്കെ ശരിയാകുന്ന സമയമാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങളായിരിക്കും ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രകടമാകുന്നത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്നത് പൊതുവായ ഫലമാണ്. പൂർണ്ണമായ നിങ്ങളുടെ ഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം, മറുപടി തരും. വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയും അടുത്തറിയാവുന്ന ഒരു മനസ്സിൻ്റെ ചിത്രം പരമ്പരാഗത വ്യാഖ്യാനങ്ങളിൽ കാണാം. ചില കാര്യങ്ങൾ എത്ര ശ്രമിച്ചിട്ടും വൈകിപ്പോയിട്ടുണ്ടാകാം. മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന ചില അവസരങ്ങൾ തങ്ങൾക്ക് എന്തുകൊണ്ട് വൈകുന്നു എന്ന ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ വൈകുന്നു എന്നത് ഒരിക്കലും അവസാനിച്ചു എന്ന അർത്ഥമല്ല. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വരാനിരിക്കുന്ന കാലത്തെ ഒരു പുതിയ തുടക്കമായി കാണാം എന്നതാണ് ആത്മീയ വിശ്വാസത്തിൻ്റെ മനോഹരമായ വശം. ഒരു പഴയ വിഷമത്തിന് പരിഹാരം കണ്ടെത്തുക, മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹത്തിലേക്ക് വീണ്ടും ധൈര്യത്തോടെ നടക്കുക, കുടുംബത്തിൽ സന്തോഷം നൽകുന്ന ഒരു തീരുമാനമെടുക്കുക, ഇതൊക്കെ സാധ്യമാകുന്ന സമയമാണ്. എല്ലാ രീതിയിലും ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും വിശാഖം നക്ഷത്രത്തിന് വന്നു ചേരുന്നു. ഭാഗ്യമാണ്, നേട്ടമാണ്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരിയായ സ്ത്രീകൾക്ക് ജീവിതത്തിൽ മറ്റുള്ളവർക്കായി ചെയ്ത കാര്യങ്ങൾ തിരിച്ചടിയായി തോന്നിയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ആർക്കെന്തുപകാരം ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ തിരിച്ചടി ലഭിച്ചിട്ടുണ്ട്. ഞാൻ നല്ലത് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യം ഒരിക്കലെങ്കിലും അവരുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. അത്തരം അനുഭവങ്ങളെ ഒരാളെ തകർക്കാനും കഴിയും, അതേസമയം കൂടുതൽ ശക്തനാക്കാനും സാധിക്കും. ഇവിടെ ഇവർ ശക്തരാകുകയാണ്. ഉത്രം നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ സ്വന്തം ജീവിതത്തെ വീണ്ടും സ്വന്തം കൈകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരമായി കാണുകയാണ് നല്ലത്. വർഷങ്ങളായി മാറ്റിവെച്ച ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിലേക്ക് വീണ്ടും ഒരു ചുവട് വയ്ക്കുക. സ്വന്തം കഴിവിൽ വിശ്വാസം കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുക. കാരണം ഭാഗ്യത്തെ കാത്തിരിക്കുന്നത് മാത്രമല്ല പ്രധാനം, ഭാഗ്യം വന്നാൽ അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഇനി വരുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് പരമ്പരാഗതമായി പറയപ്പെടുന്ന ഒരു മനോഹരമായ പ്രത്യേകതയുണ്ട്.
മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം വഴിയിലൂടെ മുന്നോട്ട് പോകാനുള്ള മനസ്സാണ് ഇവർക്കുള്ളത്. എന്നാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നവർക്കു തന്നെ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്നും വേദന ലഭിക്കാറുണ്ട്. അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ സ്വന്തം സന്തോഷത്തിനും പ്രാധാന്യം നൽകേണ്ട സമയമാണെന്ന് ഈ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്താം. ആത്മീയ വിശ്വാസത്തിൽ ദൈവകൃപയെക്കുറിച്ച് പറയുമ്പോൾ അത് വെറും ഒരു അത്ഭുതത്തിനായി കാത്തിരിക്കുക എന്നല്ല. മനസ്സിൽ ധൈര്യം വരിക, ശരിയായ തീരുമാനമെടുക്കാനുള്ള ബുദ്ധി ലഭിക്കുക, തെറ്റായ ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ശക്തി ലഭിക്കുക, ഇതും ഒരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് അനിഴം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാലത്ത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകുക. ഇത് രക്ഷപ്പെടാനുള്ള സമയമാണ്, ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. ഇനി ഈ പട്ടികയിലെ മറ്റൊരു ശ്രദ്ധേയമായ നക്ഷത്രത്തിലേക്ക് നമുക്ക് പോകാം. അത് മറ്റാരുമല്ല, മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ എന്നെ ആരും ശരിയായി മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാകാം. എന്നാൽ പരമ്പരാഗത വ്യാഖ്യാനങ്ങൾ പറയുന്നത് ഒരുപാട് അലച്ചിലുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു സമയത്ത് ഇവർ ഏറ്റവും വലിയ മനോഹരമായി ജീവിക്കാനുള്ള ഒരു യോഗം ഇവർക്കുണ്ട് എന്നാണ്. പക്ഷേ അതേ ഏകാന്തത തന്നെ പലരെയും സ്വയം തിരിച്ചറിയുന്ന മനുഷ്യരാക്കി മാറ്റാറുണ്ട്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം, ഒരുപാട് പേരിൽ നിന്നും ചതി, വഞ്ചന ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ അത് ഏകാന്തത തന്നെ പലരെയും സ്വയം തിരിച്ചറിയുന്ന മനുഷ്യരാക്കി മാറ്റാറുണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ ദിശ തേടുന്നത് മൂലം നക്ഷത്രക്കാർക്ക് വലിയൊരു ഭാഗ്യാനുഭവം വന്നു ചേരും. അവ നിങ്ങളെ പഠിപ്പിച്ച പാഠങ്ങളായി കാണുക. നിങ്ങൾക്കൊരുപാട് ചതി പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്കൊരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, അതൊക്കെ പാഠങ്ങളായി കാണുക. അങ്ങനെ നോക്കുമ്പോൾ മുന്നിലുള്ള കാലം വെറും ഭാഗ്യത്തിൻ്റെ കാത്തിരിപ്പല്ല, ജീവിതത്തെ മറ്റൊരു രീതിയിൽ പുനർനിർമ്മിക്കാനുള്ള ഒരു അവസരമാണ്. ഇനി നമുക്ക് തൃക്കേട്ടയിലേക്ക് വരാം. തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ കാര്യത്തിൽ സാമ്പത്തിക സുരക്ഷയെക്കുറിച്ചുള്ള ചിന്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ടാകാം. വരുമാനം, ചെലവ്, കടബാധ്യത, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഇതൊക്കെ ഒരുമിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിന് ക്ഷീണം സ്വാഭാവികമാണ്. അതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ക്രമവും നിയന്ത്രണവും കൊണ്ടുവരുന്നത് പ്രധാനമാണ്. പരമ്പരാഗത ജ്യോതിഷ വിശ്വാസം നല്ലൊരു മാറ്റത്തിനുള്ള സാധ്യതയെക്കുറിച്ച് പ്രതീക്ഷ നൽകുമ്പോഴും അതിനൊപ്പം സ്വന്തം തീരുമാനങ്ങളും പരിശ്രമങ്ങളും ഉണ്ടാവണം. ചെറിയൊരു സാമ്പത്തിക ശീലം പോലും നാളത്തെ വലിയ ആശ്വാസത്തിന് കാരണമാകും. അങ്ങനെ വരുമ്പോൾ ഭാഗ്യം എന്നത് ആകാശത്ത് നിന്ന് വീഴുന്ന ഒന്നല്ല, നമ്മൾ തുറന്നുവെച്ച വാതിലിലൂടെ അകത്തേക്ക് കടന്നു വരുന്ന ഒരു അവസരമുണ്ടാകും. ആ അവസരം പ്രയോജനപ്പെടുത്തുക. ഇനി മകമാണ്. മകം നക്ഷത്രക്കാരിയായ സ്ത്രീകൾക്ക് കുടുംബത്തോടും പാരമ്പര്യത്തോടും ബന്ധമുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകം പ്രാധാന്യം നൽകുന്ന സ്വഭാവം ഉണ്ടാകാം. അങ്ങനെ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒരു കുടുംബ വാർത്തയോ ഏറെ നാളായി കാത്തിരുന്ന ഒരു കൂടിച്ചേരലോ ഒരു പുതിയ തീരുമാനമോ ഉണ്ടാകുന്ന സമയമായി ഈ ഘട്ടത്തെ പ്രതീക്ഷയോടെ കാണാം. അവസാനമായി അത്തം നക്ഷത്രം. അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വീട്ടിൽ കൊണ്ടുവരുന്ന സന്തോഷത്തെക്കുറിച്ച് നമ്മുടെ പാരമ്പര്യത്തിൽ പലവിധ വിശ്വാസങ്ങളുണ്ട്. എന്നാൽ അതിനേക്കാൾ മനോഹരമായ ഒരു കാര്യമുണ്ട്. ഒരു വീട്ടിലെ സ്ത്രീ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അതിൻ്റെ പ്രകാശം പലപ്പോഴും ആ കുടുംബത്തിലാകെ പടരും. അതിനാൽ ഈ നക്ഷത്രങ്ങളിൽ ആരുടെയെങ്കിലും പേര് നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഇന്ന് തന്നെ അവരോട് ഒരു നല്ല വാക്ക് പറയൂ. അവരുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടട്ടെ, അവരുടെ മനസ്സിലെ പ്രതീക്ഷകൾക്ക് ശക്തി ലഭിക്കട്ടെ, അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയട്ടെ. കാരണം ഏത് നക്ഷത്രമായാലും മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം സമാധാനമുള്ള മനസ്സും സ്നേഹമുള്ള ബന്ധങ്ങളുമാണ്. ഇനി അവസാനമായി ഈ പറയപ്പെടുന്ന നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വീകരിക്കണം എന്നതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞ നക്ഷത്രജാതകർ ചതയം, പൂരുരുട്ടാതി, വിശാഖം, ഉത്രം, അനിഴം, മൂലം, തൃക്കേട്ട, മകം, അത്തം. ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്ന പരമ്പരാഗത ജ്യോതിഷ വിശ്വാസങ്ങളിൽ ഓരോന്നിനും വ്യത്യസ്തമായ സ്വഭാവ സൂചനകളും ജീവിതത്തിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളുമുണ്ട്. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മറക്കരുത്. ഒരാളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ വിധിയും തീരുമാനിക്കുന്നില്ല. നക്ഷത്രം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്.
ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും പരിശ്രമങ്ങളും ബന്ധങ്ങളും കൂടിയാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെ ഭയത്തോടെയോ അന്ധമായ ഉറപ്പോടെയോ കാണേണ്ടതില്ല. പകരം നല്ല പ്രതീക്ഷയായി സ്വീകരിക്കാം. വിഷമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇനി നല്ലൊരു കാലം വരാം എന്ന് മനസ്സിൽ പറയാം. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ചെറിയ വഴിയെങ്കിലും ഇന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആദ്യം സംസാരിക്കാൻ ഒരു ചുവട് നമുക്ക് തന്നെ വെക്കാം. കാരണം ചിലപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന അത്ഭുതം ഒരു വലിയ സംഭവമല്ല, ഒരു ഫോൺ കോൾ ആയിരിക്കാം, ഒരു നല്ല വാർത്തയായിരിക്കാം, വർഷങ്ങളായി അകന്നിരുന്ന ഒരാൾ തിരികെ വരുന്നതായിരിക്കാം, ഒരു അവസരം നമ്മുടെ മുന്നിലെത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏറെ നാളുകൾക്ക് ശേഷം മനസ്സിൽ തോന്നുന്ന ഒരു ചെറിയ സമാധാനമായിരിക്കാം. അതും ഒരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ ഇന്ന് നമ്മൾ പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിച്ച ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കൂ. അവരോട് പറയൂ, നല്ലത് വരട്ടെ, നിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ, നിനക്ക് സമാധാനം ലഭിക്കട്ടെ. ഒരു നല്ല വാക്ക് ചിലപ്പോൾ മനുഷ്യൻ്റെ ജീവിതം മാറ്റിമറിക്കും. ആത്മീയമായി വിശ്വസിക്കുന്നവർക്ക് ദിവസവും കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കാം. ദേവീഭക്തിയുള്ളവർക്ക് സ്വന്തം വിശ്വാസപ്രകാരം ദുർഗാദേവിയോ കുടുംബദേവതയോ സ്മരിക്കാം. പക്ഷേ പ്രാർത്ഥനയ്ക്കൊപ്പം പ്രവൃത്തിയും വേണം, പ്രതീക്ഷയ്ക്കൊപ്പം പരിശ്രമവും വേണം, വിശ്വാസത്തിനൊപ്പം വിവേകവും വേണം. അപ്പോഴാണ് ഒരു നല്ല കാലത്തെ യാഥാർത്ഥ്യത്തിൽ നല്ല ജീവിതമാക്കി മാറ്റാൻ കഴിയുന്നത്. ഇന്ന് ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരുടെയും വീട്ടിലും സമാധാനം നിറയട്ടെ. നാളുകളായി കാത്തിരുന്നവർക്ക് നല്ലൊരു വാർത്ത ലഭിക്കട്ടെ. വിഷമിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കട്ടെ. ശ്രമിക്കുന്നവർക്ക് അവരുടെ പരിശ്രമത്തിന് ഫലം ലഭിക്കട്ടെ. കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കട്ടെ. നമ്മുടെ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം ഇതാണ്: ഇരുട്ട് എത്ര നീണ്ടാലും ഒരു ചെറിയ വെളിച്ചം അതിനെ മാറ്റാൻ മതിയാകും. അതിനാൽ മുന്നിലുള്ള ദിവസങ്ങളെ ഭയത്തോടെ നോക്കണ്ട, പ്രതീക്ഷയോടെ നോക്കൂ. നല്ലത് സംഭവിക്കാനുള്ള സാധ്യതയ്ക്കായി മനസ്സ് തുറന്നു വെക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആയിരിക്കട്ടെ. അമ്മ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. സർവർക്കും നന്മയും സമാധാനവും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.